വരും ദിവസങ്ങളിൽ ഇവയെല്ലാവരും തുറന്നു പറയാൻ തയ്യാറായാൽ കുറേയധികം കാര്യങ്ങൾ മലയാളികൾക്ക് തെറ്റുപറ്റി എന്ന് തോന്നാം. കിച്ചു വീഡിയോ ഇടുന്നതും അതിനുശേഷം രേണു മറുപടി നൽകുന്നതും ഇന്നലകളിൽ നമ്മൾ കണ്ടതാണ്. കിച്ചു ലൈഫ് സ്റ്റോറി ഇനി തുടരുമോ എന്നറിയില്ല. ഇവരുടെയൊക്കെ ലൈഫിൽ കോമണായ വ്യക്തി കൊല്ലം സുധിയാണ്. കൊല്ലം സുധി യഥാർത്ഥ ജീവിതത്തിൽ മഹാദുരന്തമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. പേഴ്സണലി അറിയാവുന്ന കുറച്ചുപേർ എനിക്ക് മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ചും മരിച്ചുപോയ ഒരാളല്ലേ എന്ന് പറഞ്ഞു. ശരിയാണ്. അയാൾ ഇവരൊക്കെ ജീവിതത്തിലുണ്ടാക്കിയ ഇമ്പാക്റ്റുകൾ വളരെ മോശമാണ്. മരണം എന്നുള്ളത് ബഹുമാനിക്കുന്നത് കൊണ്ടാണ് സുധി റിയൽ ലൈഫിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് എന്ന രീതിയിലുള്ള വ്യക്തിയാണെന്നും പുറത്തു പറയാത്തത്. കഴിഞ്ഞ ദിവസം കിച്ചുവിൻ്റെ അമ്മ ശാലിനി അടുത്ത ബന്ധു എന്നെ വിളിച്ചു. മണിക്കൂറുകളോളം സംസാരിച്ചു. എങ്ങനെയാണ് ശാലിനി എന്ന വ്യക്തിയുടെ ഇമേജ് നമുക്ക് മുന്നിലെത്തിയത്? സുധിയും കിച്ചുവും പറഞ്ഞ് അമ്മയെ ഇട്ടിട്ട് പോയി എന്നാണ്. അവർ പോകാനൊരു കാരണമുണ്ട്. അവർ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. പോയതിനു ശേഷം കാരണം ചിലപ്പോൾ കിച്ചുവിന് അറിയില്ലായിരിക്കും. പക്ഷേ സുധി ശാലിനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. വരും ദിവസങ്ങളിൽ പ്രശ്നം മോശമായാൽ അവരൊക്കെ ചിലപ്പോൾ പുറത്തു വന്ന് പറഞ്ഞേക്കാമെന്ന് എല്ലാവരും പറയുന്നു. കമന്റ് ബോക്സിൽ സമാന വാദങ്ങൾ വരുന്നുണ്ട്. സ്റ്റാർ മാജിക്കിൽ രേണു വന്ന സമയത്ത് ഈ ശാലിനിയുടെ ബ്രദർ ഒരു ചാനൽ ഇന്റർവ്യൂ കൊടുത്തിരുന്നു. പിന്നെ അവരുടെ ബന്ധുക്കൾ ഫ്ലവേഴ്സിന്റെ കമന്റ് ബോക്സിലും അവരുടെ കുടുംബജീവിതത്തെപ്പറ്റി എഴുതിയിരുന്നു. അവർ പറയുന്നത് ശരിയാണെങ്കിൽ ആ പെണ്ണിന് ഒത്തിരി സ്വത്തുക്കൾ ഈ സുധി നശിപ്പിക്കുകയും ആ പെണ്ണ് പോകാൻ കാരണം അവക്കൊരു വണ്ടി വാങ്ങിക്കൊടുത്ത് ആ പെണ്ണ് അറിയാതെ സുധി പണയം വെച്ച് കള്ളു കുടിച്ച് നശിപ്പിച്ചു. അത് പറഞ്ഞാണ് ആ പെണ്ണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അല്ലാതെ ഒളിച്ചോടി പോയതല്ല. കുറച്ച് അങ്ങനെ കുറേ കഥകൾ ഇടയ്ക്ക് കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു എന്നാണ് ഒരു കമന്റ്.